ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരി. തെറ്റായിട്ടുള്ളത് 3 ആണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. ശരിയാണ്. മൗലികാവകാശങ്ങൾ 6 എണ്ണമുണ്ട്. ശരിയാണ്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അതും ശരിയാണ്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ല, പിന്നെ ആരാണ്? നെഹ്റു ആണ്. ആമുഖം എഴുതിയത് നെഹ്റു. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം. ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശത്തെയാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1949 നവംബർ 26. 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി. നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയത് മഹാത്മാഗാന്ധി. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷം? ആൻസർ ഓപ്ഷൻ സി ആണ്. 1951. 1951-ലാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത്. ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരി അല്ലാത്തത് ഏത്? അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണി ആയിരുന്നു. തെറ്റാണ്. ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? മംഗൾ പാണ്ഡെ ആയിരുന്നു. ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ആയിരുന്നു. ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ശരിയാണ്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി. അതും ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് 1 മാത്രമാണ്. ഓപ്ഷൻ ബി ഉത്തരം. സാരേ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി മുഹമ്മദ് ഇക്ബാൽ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരി അല്ലാത്തത് ഏത്? ശരി അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ശരിയാണ്. ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. അതും ശരിയാണ്. മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അതും ശരിയാണ്. ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. അത് തെറ്റാണ്. അവസാനം വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടല്ല, ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ്. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധിജി അവസാനമായി വന്നത്. അത് ഏത് വർഷമായിരുന്നു? 1937. ഓക്കെ, അപ്പോൾ 4 മാത്രമാണ് തെറ്റ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് തിരഞ്ഞെടുക്കുക. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് ദേശീയ മുദ്ര. ശരിയാണ്. അശോക ചക്രത്തിൽ 21 ആരക്കാലുണ്ട്. തെറ്റാണ്. 21 അല്ല, 24. 1947-ലാണ് ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത്. ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ശരി. ആൻസർ ഓപ്ഷൻ സി. കുണ്ടറ വിളംബരം നടന്നത് എന്ന്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1809 ജനുവരി 11. കുണ്ടറ വിളംബരം 1809 ജനുവരി 11. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1ഉം 3ഉം ശരിയാണ്. മലബാർ കലാപം നടന്നത് 1921-ലാണ്. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. തെറ്റേതാണ്? മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ് എന്നത് തെറ്റാണ്. അന്വേഷിച്ചത് ഏത് കമ്മീഷനായിരുന്നു? ലോഗൻ കമ്മീഷനായിരുന്നു. വില്യം ലോഗൻ കമ്മീഷൻ. അപ്പോൾ മലബാർ കലാപം അന്വേഷിച്ചത് ലോഗൻ കമ്മീഷനാണ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്?
ആൻസർ ഓപ്ഷൻ സി ആണ്, ഗൗരി പാർവതി ബായി. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ആൻസർ ഓപ്ഷൻ എ, ആറ്റിങ്ങൽ കലാപം. പഴശ്ശിരാജാവ് വീരചരമം പ്രാപിച്ചത് എന്ന്? ആൻസർ ഓപ്ഷൻ ബി, 1805 നവംബർ 30. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ, സ്വിറ്റ്സർലാൻഡ്. കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? ഓപ്ഷൻ ബി, 94%. സാമ്പത്തികാസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏത്? ഓപ്ഷൻ സി, സോവിയറ്റ് യൂണിയൻ. സാമ്പത്തികാസൂത്രണം സോവിയറ്റ് യൂണിയൻ. ബക്രാനെങ്കിൽ ഡാം ഏതു നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി, സത്ലജ് നദി. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഓപ്ഷൻ എ, ഹോമി ജഹാംഗീർ ബാബ. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി, ന്യൂഡൽഹി. താഴെ പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? ഓപ്ഷൻ ഡി, ജോൺ മത്തായി. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ, ഡിസംബർ 14. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു, ശരിയാണ്. 2023 ആഗസ്റ്റ് 5 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു, ശരിയാണ്. 2023 ആഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു, ശരിയാണ്. ഇവിടെ എല്ലാം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപണം നടത്തിയത്. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത്. അതിനുശേഷം ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഓഗസ്റ്റ് 23 എന്ത് ദിനമായിട്ടാണ് ആചരിക്കാൻ തീരുമാനിച്ചത്? ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ഓഗസ്റ്റ് 23. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് കണ്ടെത്തുക. ഏതെല്ലാം തെറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ളതാണ് ഇടനാട്, ശരിയാണ്. 7.5 മീറ്ററിൽ താഴെ വന്നു കഴിഞ്ഞാൽ അത് തീരപ്രദേശം. 7.5ൻ്റെയും 75 മീറ്ററിൻ്റെയും ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇടനാട്. 7.5ൻ്റെയും 75ൻ്റെയും ഇടയിൽ ഇടനാടും 75നേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് മലനാടുമാണ്. 7.5 മീറ്ററിൽ താഴെ തീരപ്രദേശം. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ളത് ഇടനാട്. 75 മീറ്ററിൽ കൂടുതൽ മലനാട്. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം ഇതെന്താണ്? മലനാടാണ്. അത് ഇടനാടല്ല. ഇടനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. മലനാടിൻ്റെ ഭൂരിഭാഗവുമാണ് വനങ്ങൾ. അപ്പം അതും തെറ്റാണ്. ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം 3ഉമാണ്. ആൻസർ ഓപ്ഷൻ ഡി. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? തെറ്റാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? 2ഉം 3ഉം ആണ് തെറ്റ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി, 2ഉം 3ഉമാണ് തെറ്റ്. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ഇതിൽ ശരി അല്ലാത്തത് ഏത്? തുഷാരഗിരി കോഴിക്കോട്, ശരിയാണ്. ചീയപ്പാറ ഇടുക്കി, ശരിയാണ്. പാലരുവി കൊല്ലം, ശരിയാണ്. വാഴച്ചാൽ പത്തനംതിട്ട, തെറ്റ്. പിന്നെ വാഴച്ചാൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാഴച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാഴച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തുഷാരഗിരി കോഴിക്കോട്, ചീയപ്പാറ ഇടുക്കി, വാഴച്ചാൽ തൃശ്ശൂർ, പാലരുവി കൊല്ലം. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവന 1, മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. അത് ശരിയാണ്. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്.
ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. അതും ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവന 1. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളമാണ്. ശരിയാണ്. പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളം. അതും ശരിയാണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാട് അല്ല. ഏതാണ്? പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ. ഇടുക്കി. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം പെരിയാർ എന്ന് കൊടുത്തിട്ടുണ്ട്. തെറ്റാണ്. അത് വയനാട്ടിലാണ്. വയനാടാണ്. മുത്തങ്ങ വയനാട്. ഓക്കെ. അപ്പോൾ 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ 1ഉം 2ഉം ശരി. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഇടുക്കി. ശരിയാണ്. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം സൈലന്റ് വാലി അല്ല. പിന്നെ ഏതാണ്? കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവികുളമാണ്. ഇരവികുളം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. ശരിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളം എന്ന് കൊടുത്തിട്ടുണ്ട്. തെറ്റാണ്. സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി. ജില്ല പാലക്കാട്. ഓക്കെ. അപ്പോൾ ഇവിടെ 2ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി. അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി, കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവികുളം, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലി പാലക്കാട്. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. കബനി കിഴക്കോട്ടാണ് ഒഴുകുന്നത്. പാമ്പാർ കിഴക്കോട്ടാണ്. ബാക്കി 2ഉം പടിഞ്ഞാട്ട് ഒഴുകുന്നതാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരി. നമുക്കറിയാം കിഴക്കോട്ട് ഒഴുകുന്നത് 3 നദികളാണ്. 1 കബനി, 2 പാമ്പാർ, 3 ഏതാണ്? ഭവാനി. കബനി, ഭവാനി, പാമ്പാർ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നതിൽ ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക. പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക. കേരളത്തിൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ശുദ്ധജല തടാകം ശാസ്താംകോട്ട. താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏത്? ഓപ്ഷൻ സി കോട്ടയം. കടൽ തീരം ഇല്ലാത്തത് 5 ജില്ലകളിലാണ്. 1 കോട്ടയം, 2 വയനാട്, പാലക്കാട്, പത്തനംതിട്ട, ഇടുക്കി. കോട്ടയം, വയനാട്, പാലക്കാട്, പത്തനംതിട്ട, ഇടുക്കി ഈ 5 ജില്ലകളിലാണ് കടൽ തീരം ഇല്ലാത്തത്. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. കക്കാട് ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിലാണ്. ഓപ്ഷൻ സി പത്തനംതിട്ട. ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനയിൽ ശരി അല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. താരതമ്യേന വീതി കുറവ്. തെറ്റാണ്. വീതി കൂടുതലാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. അതും തെറ്റാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് കിഴക്കൻ തീരസമതലത്തിലല്ല, അത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് കാണപ്പെടുന്നത്.
കിഴക്കൻ തീരസമതലത്തിൽ ഡെൽറ്റകളാണ് കാണപ്പെടുന്നത്. ഡെൽറ്റ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ശരിയാണ്. അപ്പോൾ ഇവിടെ ശരി 1ഉം 3ഉം, തെറ്റ് 2ഉം 4ഉം, 1ഉം 4ഉം, തെറ്റ് 2ഉം 3ഉമാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയല്ലാത്തത് ഏതെന്നാണ്? 2ഉം 3ഉം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് കണ്ടെത്തുക. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം. ശരിയാണ്. അപരദന തീവ്രത കൂടുതൽ. അതും ശരിയാണ്. അപരദന തീവ്രത കുറവ്. അത് തെറ്റാണ്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. വിസ്തൃതി കൂടിയ ആണ്, കുറഞ്ഞ അല്ല, വിസ്തൃതി കൂടിയ ആണ്. അപ്പോൾ 3ഉം 4ഉം തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം. ഓരോന്നും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കാം. നെവാഷേവ, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് നെവാഷേവ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ഇന്ത്യയുടെ തെക്കൻ ഭാഗമാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ടില, ഗുജറാത്ത്. കണ്ടില, ഗുജറാത്ത്. ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് അല്ലേ, ഗുജറാത്ത്. ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ടില ഗുജറാത്തിലാണ്. കണ്ടില, നെവാഷേവ രണ്ടും പടിഞ്ഞാറൻ തീരത്താണ്. അപ്പോൾ ബാക്കിയുള്ളത് എവിടെയാണ്? ഹാൽഡിയ. ഹാൽഡിയ സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ. അത് ഈ ഒരു ഭാഗത്തായിട്ട് വരും. വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് ഈ ഒരു ഭാഗത്തായിട്ട് വരും. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇത് കിഴക്ക് ഭാഗം, ഇത് പടിഞ്ഞാറ് ഭാഗമാണ്. പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ചോദിച്ചാൽ നെവാഷേവ, മഹാരാഷ്ട്ര, കണ്ടില, ഗുജറാത്ത്. ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം ശരി. താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ കണ്ടെത്തുക. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ശരി. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി. കാരക്കോറം, സസ്കർ. ട്രാൻസ് ഹിമാലയത്തിൽ 3 എണ്ണാണുള്ളത്. കാരക്കോറം, ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവയാണ് ട്രാൻസ് ഹിമാലയത്തിലെ 3 പർവ്വതനിരകൾ. അപ്പോൾ ഇവിടെ കാരക്കോറും സസ്കറും കൊടുത്തിട്ടുണ്ട്. 1ഉം 3ഉം ശരി. ഓപ്ഷൻ ബി. ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? സി, കാവേരി. കാവേരിയുടെ പോഷക നദിയാണ് കബനി. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1ഉം 3ഉം. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ് 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ. ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക. 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി ആര്? ആൻസർ ഓപ്ഷൻ എ, ശ്രീകുമാരൻ തമ്പി. 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആര്? ഓപ്ഷൻ സി, രാഹുൽ ഗാന്ധി. 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത്? ഓപ്ഷൻ ബി, ബ്രസീൽ. താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 3 മാത്രം ശരി. കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അല്ലേ? അപ്പോൾ ഈ 3 മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്. കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. കത്തി, കരി, താടി, പച്ച, മിനുക്ക്. ഇത്രയും കഥകളിയിലെ വേഷങ്ങളാണ്. കത്തി, കരി, താടി, പച്ച, മിനുക്ക്. 1ഉം 3ഉം ശരി. ഓപ്ഷൻ സി.
കളിക്കാരുടെ എണ്ണം 11 ആയി നിശ്ചയിച്ചിട്ടുള്ളത് ഏതൊക്കെ കളിയിലാണ്? ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ. ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ എന്നിവയിൽ 11 കളിക്കാരാണ്. 1ഉം 3ഉം ശരി. താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏത്? രാത്രിമഴ, ബദിരവിലാപം, ഋതുവിലാസം, കൊച്ചുസീത എന്നിവ വള്ളത്തോളിൻ്റെയാണ്. രാത്രിമഴ എഴുതിയിട്ടുള്ളത് റഫീഖ് അഹമ്മദാണ്. റഫീഖ് അഹമ്മദ്. താഴെ പറയുന്നവരിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ്? ഹിലാരി ക്ലിൻ്റൺ. ഹിലാരി ക്ലിൻ്റൺ മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത്. ബരാക് ഒബാമ വഹിച്ചിട്ടുണ്ട്, ജോ ബൈഡൻ, ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിൻ്റെ മൂല്യം എത്ര? ഓപ്ഷൻ എ 75 രൂപ. ഇന്ത്യയുടെ പഴയ പാർലമന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി സംവിധാൻ സദൻ. സംവിധാൻ സദൻ എന്നാണ് പഴയ പാർലമെൻറ്റ് മന്ദിരം ഇനി അറിയപ്പെടുക. ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്? ഓപ്ഷൻ ബി ഇസ്രായേൽ. താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ സി ആൻ ഫ്രാങ്ക്. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ആൻ ഫ്രാങ്കിൻ്റെ ജന്മദിനം. ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ്? പുല്ല്. പ്രൊഡ്യൂസേഴ്സാണ് എപ്പോഴും ആദ്യത്തേൽ വരിക, അഥവാ ഉൽപ്പാദകർ. ഉൽപ്പാദകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആണ് ഒന്നാമത്തേൽ വരിക. അപ്പോൾ അതിൽ ഹരിതസസ്യങ്ങളാണ് വരിക, പുല്ല് അതിൽ ഉൾപ്പെടുന്നു. ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? ഓപ്ഷൻ ബി തെങ്ങ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമേത്? ഓപ്ഷൻ ഡി കരൾ. വായ്പുണ്ണ് ഏത് ജീവകത്തിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നതാണ്? ഓപ്ഷൻ ബി ജീവകം ബി. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏത്? ഓപ്ഷൻ ബി 2 മാത്രം ശരി. സൈലന്റ് വാലി ദേശീയ പാർക്കാണ്. ഇത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ഓപ്ഷൻ ബി ശാസ്ത്രജ്ഞർ. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏത്? രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. താഴെ പറയുന്നവയിൽ ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഏവ? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നത് ആൽക്കലിയാണ്. ആൽക്കലി ഓർ ബേസ്. pH മൂല്യം 7ൽ കൂടുതലാണ്. തെറ്റാണ്. pH മൂല്യം 7ൽ കുറവാണ്. 1ഉം 4ഉം ശരി. ഓപ്ഷൻ ഡി. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 5. താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ആസാം. കിഴക്ക് ഭാഗത്തുള്ളതാണിത്. ഇതോ നോർത്താണ്, ഇത് വെസ്റ്റാണ്, ഇത് സൗത്താണ്. അപ്പോൾ ആദ്യം വരുന്നത് എപ്പോഴും കിഴക്ക് ഭാഗത്തല്ലേ, അപ്പോൾ ആസാം. താഴെ പറയുന്നവയിൽ ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം? ദോലന ചലനത്തിൽ പെടാത്തവയാണ് ചോദിച്ചിട്ടുള്ളത്. ആട്ടുകട്ടിലിൻ്റെ ചലനം ദോലന ചലനമാണ്. ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം വർത്തുള ചലനമാണ്, ദോലനമല്ല. ക്ലോക്കിലെ പെൻഡുലം ദോലന ചലനമാണ്. സൈക്കിളിൻ്റെ ചക്രങ്ങൾ ദോലന ചലനമല്ല. അപ്പോൾ 1ഉം 3ഉമാണ് ദോലന ചലനത്തിൽ പെടുന്നത്. പെടാത്തത് 2ഉം 4ഉം. ഓപ്ഷൻ ഡി. ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ്.
ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ആര്? ഓപ്ഷൻ ഡി യൂജിൻ സെർനൻ. യൂജിൻ സെർനൻ. ലോക ജലദിനം എന്നാണ്? ഓപ്ഷൻ എ മാർച്ച് 22. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. 21 വനദിനം, 22 ജലദിനം, 23 കാലാവസ്ഥാ ദിനം, 24 ക്ഷയദിനം. മാർച്ചിലെ ഓരോ ദിവസങ്ങളാണ്. മാർച്ച് 21 വനദിനം, 22 ജലദിനം, 23 കാലാവസ്ഥാ ദിനം, 24 ക്ഷയരോഗ നിർമ്മാർജ്ജന ദിനം. ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരിയാണ് വൈറസ്. ഏത് ഇനം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? ഓപ്ഷൻ എ ഈഡിസ്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത്? HIV. നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്ര? 120 80 mm/Hg. മനുഷ്യനിലെ അസ്ഥിവ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? ഓപ്ഷൻ ബി 206. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകമാണ് ഇനാമൽ. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്നത് ഇനാമലാണ്. പല്ലുകളെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് സിമൻറ്റം എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ജീവനുള്ള കലയാണ് ഡെൻഡൻ. ഒരു മുതിർന്ന മനുഷ്യൻ്റെ ഹൃദയം 1 മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും? ആൻസർ ഓപ്ഷൻ എ 72 തവണ. പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ്? ഓപ്ഷൻ സി ആണ് ബ്രോങ്കൈറ്റിസ്. ബ്രോങ്കൈറ്റിസ്. ഇലാസ്തികത കുറയുന്നു കേട്ടോ. പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്നതാണ് ബ്രോങ്കൈറ്റിസ്. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? പൊണ്ണത്തടി ജീവിതശൈലി രോഗമാണ്. പ്രമേഹം ജീവിതശൈലി രോഗമാണ്. ഹൃദ്രോഗവും ജീവിതശൈലി രോഗമാണ്. അപ്പോൾ അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് ടൈഫോയിഡ്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്ത്? ഓപ്ഷൻ ഡി മൃത സഞ്ജീവനി. ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയെയാണ്? ഓപ്ഷൻ എ വരയാട്. ഇര വര അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇര വര. ഇരവികുളം വരയാട്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടിക്കൾച്ചർ. ക്യൂണിക്കൾച്ചർ എന്താണ്? മുയൽ വളർത്തുന്നതിന് പറയുന്നതാണ്. പിസിക്കൾച്ചർ മത്സ്യം വളർത്തുന്നതാണ്. എപ്പിക്കൾച്ചർ തേനീച്ച വളർത്തുന്ന കൃഷിരീതിയാണ്. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങളാണ്? നെല്ല്. അന്നപൂർണ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ കിട്ടും. നെല്ലിനങ്ങളാണ് ഈ 3 എണ്ണവും. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ച് നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ച സംവിധാനമാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. 81 മാത്സ് ആണ്. ഉത്തരം പറഞ്ഞു പോവാം. 213 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്? ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് എളുപ്പത്തിൽ കാണാനൊരു വഴിയുണ്ട്. നമുക്ക് 8 തവണയാണ് ഇതിന് ഗുണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്നത് 3 ആണ്. അപ്പോൾ 3നെ മാത്രം ചെയ്ത് നോക്കിയാൽ മതി. 3 ഇൻറ്റു 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 3 8 തവണ നമ്മൾ ചെയ്യാം. ഒറ്റയുടെ സ്ഥാനത്ത് 3 ആണ്, പിന്നെ 8 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് 8 തവണയാണ് ഇതിനെ ഗുണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഉത്തരം കിട്ടുമ്പോൾ ലാസ്റ്റ് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് എന്താ വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഇപ്പോൾ നമ്മൾ 3 ഇൻറ്റു 3 എത്ര കിട്ടും? 9. 9 ഇൻറ്റു 3
27 അല്ലേ? ഇനി നമ്മൾ ഈ ഒരു 3-നെ ഈ ഒരു 7 കൊണ്ട് ഗുണിക്കുക ഒറ്റയുടെ സ്ഥാനത്ത്. 3 7 21, 1 3 3, 3 9, 3 9 27. ഈ 7 മാത്രം എടുക്കുക. 3 7 21. അപ്പോൾ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് ഏതാണ്? ഒറ്റയുടെ സ്ഥാനത്ത് 1 ഉള്ളത്. ഓപ്ഷൻ എ 1 ഉത്തരം. 82 ഓപ്ഷൻ സി. 83 ഓപ്ഷൻ ഡി. 84 ഓപ്ഷൻ സി. 85 ഓപ്ഷൻ ബി. 86 ഓപ്ഷൻ ബി. 87 ഓപ്ഷൻ എ. 88 ഓപ്ഷൻ ഡി. 89 ഓപ്ഷൻ സി. 90 ഓപ്ഷൻ സി. 91 ഓപ്ഷൻ ഡി. 92 ഓപ്ഷൻ സി. 93 ഓപ്ഷൻ ഡി. 94 ഓപ്ഷൻ സി. 95 ഓപ്ഷൻ എ. 96 ഓപ്ഷൻ ബി. 97 ഓപ്ഷൻ സി. 98 ഓപ്ഷൻ എ. 99 ഓപ്ഷൻ ഡി. 100 ഓപ്ഷൻ സി.